കഴിഞ്ഞ ദിവസങ്ങളിലായി കേരള രാഷ്ട്രീയത്തിൽ ആകെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനവും കൂടുതൽ ചർച്ചാ വിഷയവുമായ ഒരു വാർത്തയായിരുന്നു CPM-ന്റെ മുൻ MLA ആയിരുന്ന ആയിഷ പോറ്റി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്നത്. കടുത്ത CPM അനുഭാവിയായിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേർന്നത് ഒരേ സമയം ഇടതിനെ പ്രതിരോധത്തിലാക്കുകയും കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ള വിജയ സാധ്യത കൂടും എന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് ക്യാമ്പുകൾ. കൊട്ടാരക്കരയിൽ CPM-ന്റെ ബാലഗോപാലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആയിഷ പോറ്റിയെ ഇറക്കാനാണ് UDF നേതൃത്വത്തിന്റെ തീരുമാനം. കൊട്ടാരക്കരയിൽ ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവന്ന ഒരു വണ്ടർ വുമൺ തന്നെയായിരുന്നു ആയിഷ പോറ്റി. കൊട്ടാരക്കര എന്നാൽ R ബാലകൃഷ്ണൻ പിള്ളയെന്നും ബാലകൃഷ്ണൻ പിള്ള എന്നാൽ കൊട്ടാരക്കരയെന്നും കേരള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ആയിഷ പോറ്റി ഏവർക്കും ഒരു ആവേശമായി മാറിയത്. 12,000-ലേറെ വോട്ടുമായാണ് 2006-ൽ ആയിഷ പോറ്റി ബാലകൃഷ്ണൻ പിള്ളയെ തകർത്തത്. 30 വർഷം കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച ബാലകൃഷ്ണൻ പിള്ളയാണ് ആയിഷ പോറ്റി തോൽപ്പിച്ചതെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇടതിന്റെ ഒരു വിസ്മയം തന്നെയായിരുന്നു ആയിഷ പോറ്റി. പിന്നാലെ 2011-ലും 2016-ലും ആയിഷ വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെയാണ് അവിടെ വിജയിച്ചത്. അങ്ങനെ കൊട്ടാരക്കര ഇടതിന്റെ കോട്ടയായി മാറി. എന്നാൽ ഇത്രയധികം റെക്കോർഡുകളോടെ വിജയിച്ചുവെങ്കിലും ഇതുവരെ ഒരു മന്ത്രിസ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ ആയിഷ പോറ്റിക്ക് ഇടത് സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഇടതിന്റെ ഒരു ഹൈ പ്രൊഫൈൽ നേതാവ് തന്നെയായിരുന്നു ആയിഷ പോറ്റി. അത്തരത്തിലുള്ള ഒരു നേതാവിനെ പാർട്ടിക്ക് നഷ്ടമായെന്ന് പറയുന്നത് കൂനിന്മേൽ കുരുവെന്ന് പറയുന്ന അവസ്ഥയ്ക്ക് തുല്യമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിൽ ഓരോ തിരിച്ചടികൾ കിട്ടുന്നത് വളരെ പ്രതികൂലമായിട്ടായിരിക്കും LDF-നെ ബാധിക്കാൻ പോകുന്നത്. ആയിഷ പോറ്റിക്ക് പിന്നാലെ ഇടതിന്റെ തന്നെ KN ബാലഗോപാലാണ് കൊട്ടാരക്കരയിലെ ഇപ്പോഴത്തെ MLA. എന്നാൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ കോട്ടയായിരുന്ന കൊട്ടാരക്കര കോൺഗ്രസ് തിരിച്ചു പിടിക്കുമോ എന്നാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ആയിഷ പോറ്റിയുടെ ഈ മാറ്റത്തിൽ പാർട്ടി വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ടെന്ന് പാർട്ടി നേതാക്കൾ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. MA ബേബി, KN ബാലഗോപാൽ തുടങ്ങിയ നേതാക്കളാണ് ആശങ്കയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വ്യക്തിപരമായി അടുപ്പമുള്ള ആളാണ് ആയിഷയെന്നും അവർ പാർട്ടി വിട്ട തീരുമാനം വേദനയുണ്ടാക്കുന്നതാണെന്നുമാണ് MA ബേബിയുടെ പ്രതികരണം. കൂടാതെ പാർട്ടി 3 തവണ MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാക്കി. എന്നിട്ടും അവഗണിച്ചു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല എന്നും MA ബേബി കൂട്ടിച്ചേർത്തു. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ, 3 തവണ MLA ആയ ഒരു നേതാവിന് മന്ത്രി പദമോ സ്പീക്കർ സ്ഥാനമോ പോലും കൊടുക്കാത്തത് ഒരു അവഗണന തന്നെയല്ലേ? കൂടാതെ MLA ആയിരുന്നപ്പോൾ താൻ അനുവദിച്ച പല പദ്ധതികളുടെയും ഉദ്ഘാടനം പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നുള്ള ആയിഷ പോറ്റിയുടെ പ്രതികരണവും വിവാദമായിരുന്നു. വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചു കാണും. എനിക്കിടമില്ലാത്തയിടത്ത് ഞാൻ പോകേണ്ട കാര്യമില്ല, എനിക്ക് എന്റേതായ വ്യക്തിത്വമുണ്ട് എന്നായിരുന്നു ആയിഷ പോറ്റിയുടെ പ്രതികരണം. ഇത്തരത്തിൽ അവഗണന നേരിടുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് LDF-ൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടത്? അതുകൊണ്ട് തന്നെ പാർട്ടി വിട്ടതിൽ ഇവരെ കുറ്റം പറയാൻ കഴിയില്ല. തങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ കൂടെ കൂടിയതിൽ വിഷമമുണ്ടെന്നാണ് KN ബാലഗോപാലിന്റെ പ്രതികരണം. വാസ്തവത്തിൽ എനിക്കത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിലെ ജ്യേഷ്ഠ സഹോദരിയെ പോലെയാണ് അവരെ കണ്ടിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വൈകാരികമായാണ് ബാലഗോപാൽ പ്രതികരിച്ചത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇടത് സർക്കാർ ഭയക്കുന്നുണ്ടെന്ന്. നേരത്തെ പറഞ്ഞതുപോലെ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ആയിഷ പോറ്റിയുമായിരിക്കും നേർക്കുനേർ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ കേരള രാഷ്ട്രീയം ഏറെ ആശങ്കയോടെ നോക്കിക്കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും കൊട്ടാരക്കര എന്ന് ഉറപ്പാണ്. മന്ത്രിസഭയിലെ രണ്ടാമനായ KN ബാലഗോപാൽ ആയിഷ പോറ്റിയുടെ മുന്നിൽ അടിയറവ് പറയുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം.